സദയം ക്ഷമിച്ചേക്കുക. ഇപ്പം ഇതാണ് ഞങ്ങളുടെ പപ്പടവട. നല്ല ചൂട് കട്ടനും ചൂട് പപ്പടവടയും. ആഹാ പപ്പടവട. നല്ല മഴയാണ് പുറത്ത്. നമ്മൾ പപ്പടവട ഉണ്ടാക്കാനായിട്ട് വെള്ളത്തിൽ പച്ചരി കുതിർത്താൻ ഇട്ടേക്കുക അല്ലേ? 1.5 മണിക്കൂറെങ്കിലും കിടക്കണം അല്ലേ? വൈകിട്ടത്തേക്ക് ഉണ്ടാക്കാം, ഒരു 6 മണിയാകുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റും. അരി പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. നമ്മൾ കുതിർത്തിയ അരി പൊടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ സ്വല്പം നനവ് ഇതിലുണ്ട്. വെള്ളം മാലാനൊക്കെ വെച്ചതാ. പിന്നെ കൂടുതൽ സമയം ഒത്തിരി പോയി. ഈ സമയം ഇപ്പം 4:45. ഈ സമയത്ത് ഉണ്ടാക്കാന്ന് ഓർത്തായിരുന്നു. അന്നേരമാണ് പച്ചരിപ്പൊടി വേണമല്ലോ എന്ന് മനസ്സിലാക്കി. നനവുണ്ടായിരുന്നോണ്ടാട്ടോ പശപ്പോലെ ഇരിക്കണത്. ഏതായാലും വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതല്ലേ. ഇത് പൊടിയെന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തത് എടുക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴയ്ക്കാനുള്ളതല്ലേ, ലിക്വിഡ് ഫോമിലാക്കണം. അതുകൊണ്ട് അത് ഇങ്ങനെ നനഞ്ഞത് കൊണ്ട് അത് ശരിക്കും ഡ്രൈ ആയില്ല. അതുകൊണ്ടാണ്. അപ്പൊ പൊടിയെന്ന് പറയാൻ പറ്റൂല. ശരിക്കും പൊടിച്ചെടുക്കണതാണ് നല്ലത്. പിന്നെ അതിലേക്ക് വെള്ളം ചേർത്താണ് എടുക്കേണ്ടത്. അപ്പൊ ഇത് വെള്ളം ഒഴിക്കാനുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഫോമിലാണെങ്കിൽ ഇതങ്ങ് എടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് മിക്സ് ചെയ്യാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. കപ്പിലൂടെ വെള്ളം ഇരിപ്പണ്ട. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. മിക്സിന്ന് പോരില്ല, ഞാൻ നനവുള്ളതുകൊണ്ട്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് അതങ്ങ് കലക്കി എടുത്തിട്ടോ. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കലക്കി എടുക്കണം. കാരണം ഇത് പൊടിയല്ല, അരയിൽ പാകത്തിന് എടുത്തത്. നനവ് ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അരിയിൽ നനവുള്ളത് കൊണ്ടാണ് അങ്ങനെ. ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കാണിക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ മിക്സിലേക്ക് സ്വല്പം കോൺഫ്ലവർ ചേർക്കാം. ഇതിൽ കുറച്ചേ ഉള്ളൂ, അത് ചേർക്കാം കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാവ് പപ്പടത്തിലേക്കൊന്ന് ജോയിൻ്റ് ആവാൻ, മിക്സ് ആവാൻ. ജോയിൻ പറയാൻ പറ്റില്ല, കുറച്ച് പിടിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്ത് നോക്കാം. കോൺഫ്ലവർ ഇട്ട് ഞാൻ പപ്പടവട അങ്ങനെ ഉണ്ടാക്കാറില്ല. 1-2 പ്രാവശ്യം ഇവിടെ ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പരിപ്പൂടെയാണ് കൂടുതലും ഉണ്ടാക്കണം. പരിപ്പൂടെയും പഴംപൊരി കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോട്ടിംഗ് ഒക്കെ എങ്ങനെ വരുമെന്നുള്ളത്. ഞാൻ പപ്പടവട ഓർക്കണുണ്ടോ ചെറുപ്പത്തിലെ ഇവിടെ ഉദയന്റെ അമ്മ ഉഷ ഉണ്ടാക്കണം. നല്ല പപ്പടവടയാണ്. എല്ലാ ഐറ്റവും നല്ലതായിരുന്നു. ഈ പാകത്തിനാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. നോക്കാം. പപ്പടവടയ്ക്ക് ശരിക്കില്ലേ ഏതാണ്ട് ഒരു സ്പെഷ്യൽ പപ്പടം വേണമെന്നൊക്കെ ഉണ്ട്. എനിക്ക് വ്യക്തമായിട്ടൊന്നും അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. അറിയാവുന്നവർ പറയുക. പിന്നെ എല്ലാരും പറയും ഇങ്ങനെ തളർന്നിരിക്കണം പപ്പടം എടുക്കരുത്, വടി പോലെ വെച്ച് ഏതാണ്ട് വെയിലത്തൊക്കെ വെച്ച് ഇച്ചിരി സ്റ്റിഫായിട്ടിരിക്കണമെന്ന്. പക്ഷെ നമുക്കിപ്പോ വെയിലത്ത് വെക്കാൻ നിവൃത്തിയില്ല. കാലാവസ്ഥ ഇങ്ങനെയല്ലേ. എന്നാന്നോ വൈകുന്നേരം പെട്ടെന്ന് എടുത്ത തീരുമാനം നമുക്ക് പപ്പടം ഇരിപ്പുണ്ടല്ലോ, ഇച്ചിരി പപ്പടോടെ ഒന്നും ഉണ്ടാക്കാന്ന്. മഴയുമല്ലേ, തണുപ്പത്ത് കുറിക്കാൻ അത്തയ്ക്ക് പപ്പടോടെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടാട്ടോ. അപ്പൊ ഒന്ന് ഞങ്ങളുടെ മെത്തേഡിൽ ഞങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇനി ബാക്കി സംഗതികൾ ചേർക്കാം. എന്തൊക്കെയാന്നുള്ളത് കാണിക്കാം. നമുക്ക് പിരിയമുളക് പൊടി തന്നെ ചേർക്കാം. പിരിയമുളക് പൊടി, പിന്നെ ഇച്ചിരി കായപ്പൊടി ചേർക്കാം അല്ലേ? എള്ള് മസ്റ്റാ. അതൊക്കെ ഉണ്ടല്ലോ. പിരിയമുളക് പൊടി ഇച്ചിരി കളറ് കിട്ടട്ടെ. ഇതുപോലെ ഇത് മതി. വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പിരിയമുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് മതി. കാരണം എന്താന്ന് വെച്ചാൽ പപ്പടത്തിൽ ഉപ്പുള്ളതല്ലേ. അപ്പൊ നമുക്ക് ഈ കോട്ടിങ്ങിൽ ഇച്ചിരി ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു പൊടിക്ക് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. കുരുമുളക് വേണ്ട. പിന്നെ എള്ള് ചേർക്കാം അല്ലേ? അത് മതി ഉപ്പ്. പിന്നെ എള്ള ചേർക്കണതിന് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് പൊടിയിലേക്ക് അരി പൊടിച്ച് അരിപ്പൊടിയിലേക്ക് ഇട്ടേച്ച് വെള്ളം ഒഴിച്ചാട്ടോ മിക്സിങ് ഒക്കെ വേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പൊടിയായിട്ടുണ്ടാക്കാൻ പറ്റിയപ്പോൾ ഇച്ചിരി നനവിഞ്ഞ് വെള്ളം മാലാനൊക്കെ വെച്ചാൽ ഒരുപാട് ടൈം ഡിലേ വരും. സന്ധ്യയ്ക്ക് മുമ്പ് ചെയ്യാമെന്ന് ഓർത്ത്. അത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോയും ചെയ്യാനുണ്ട്. ഞങ്ങൾ ധൃതി കൂട്ടി ചെയ്യണേ, അതുകൊണ്ടാട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ വേറെ ഒരു വീഡിയോയും കൂടെ കഴിഞ്ഞാലേ ഇന്നത്തെ പരിപാടി കഴിയുള്ളൂ ഇതിൻ്റെ. പിന്നെ വേറെ ആക്ടിവിറ്റികൾ വേറെ അറിയാലോ നിങ്ങൾക്ക്, ഉണ്ടാവൂല വീടുകളാവുമ്പോൾ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആ നനവോടുകൂടി അങ്ങനെ ഇത് എടുത്തത് കൊണ്ടാണ് കട്ടയായിട്ട് അരിമാവ് പോലെ ഇരുന്നത് കേട്ടോ. ഇത് മതിയായിരിക്കും അല്ലേ? ഇനി ഇപ്പം എള്ള് ചേർക്കാം. എള്ളെടുക്കാം. എടുക്കട്ടെ കേട്ടോ. അത് ആവശ്യത്തിന് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഈ പപ്പടവടയ്ക്ക് നല്ലതല്ലേ എള്ള. ഇങ്ങനെ ഇരിക്കുമ്പോൾ മേടിക്കണ പപ്പടവടയിൽ കാണാറില്ലേ എള്ള ഇഷ്ടം പോലെ. അപ്പം അങ്ങനെ അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം.
എളുതാന്ന് പോയല്ലോ. ആ മുക്കമ്പ കിട്ടിക്കോളും. അതെ ആ മുളക് പൊടിയുടെ കളറൊക്കെ കണ്ടപ്പോ അല്ലേ നല്ല ഭംഗിയായി. മുക്കുവാണേ. സ്റ്റിഫൊന്നും അല്ല കേട്ടോ. ഇതോ സ്റ്റിഫായിരിക്കണമെന്ന് എല്ലാവരും പറയണം. എനിക്ക് ഞാൻ പറഞ്ഞില്ല ഐഡിയ ഒന്നും ഇല്ല. വെയിലത്തൊന്നും വെക്കാൻ ഇതില്ല. ചിലപ്പോൾ ഈ മൈക്രോവേവിൽ വെച്ച് ഒരു സെക്കൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാവുമായിരിക്കും. ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അതേയൊന്നുമില്ല. ഇങ്ങനെ മടങ്ങരുതെന്നാ പറഞ്ഞ, സ്റ്റിഫായിട്ടിരിക്കണം സാധനം. നമ്മുടെ ഇച്ചിരി മടങ്ങണൊക്കെ ഉണ്ട്. മഴ തുടങ്ങി. എൻ്റെ കയ്യിലെ കഥ എള്ളൊക്കെ ഇഷ്ടം പോലെയായി. എനിക്ക് കൈ ഇങ്ങനെ ഇരുന്നേച്ച് ചട്ടയത്തെ പിടിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. എളിഞ്ഞിരിക്കും. ചില സാഹചര്യത്തിൽ നമ്മൾ അല്ലാതെ പറ്റൂല. അത് നിവർത്തിയില്ലല്ലോ. അത് ഈ മൈദയൊക്കെ പിടിക്കുമ്പോ അങ്ങനെയല്ലേ. അയ്യോ, പൊറോട്ട ഉണ്ടാക്കാൻ എടുക്കുമ്പോ അത് തന്നെയല്ല. നാളെ ഉഴുന്നോടേടെ എന്റെ അമ്മോ ഉഴുന്ന് കാണിക്കണേ. അതെ 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 അതെ. പോരാട്ടോ, വെറുതെ മറിച്ച് നോക്കാം. എന്തൊക്കെയുണ്ടോന്ന് അറിയില്ല കേട്ടോ. മറിച്ചിട്ട് വേണേ. അതെ, ഓളം വെട്ടുന്ന പപ്പടം. അതെ, മഴയുള്ളപ്പോഴേ ഏറ്റവും നല്ലതല്ലേ. അതെ അതെ അതെ. ഇത് എങ്ങനെ എടുക്കേണ്ട പരുവ ഏതാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോ ഇല്ലേ ഏതാണ്ടൊക്കെ ഒരു മട്ട് തോന്നി ഞാനിങ്ങനെ എടുക്കുവാ. എടുക്കുക കേട്ടോ. ഇപ്പൊ ഇതില്ലേ ഉഷ ഈ വീഡിയോ കാണണ്ട സ്ഥിരം നമ്മുടെ ഉദയന്റെ അമ്മ. ഉഷ കാണുമ്പോ എന്നേരം അതിന്റെ അഭിപ്രായം പറയും. കാരണം ഉഷയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ ഇതിന്റെ. നെയ്യപ്പം, പപ്പടവട, അച്ചപ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു നേരത്തെ. മഴ തുടങ്ങി. ഇനി അടുത്ത കഴിക്കാറാവുമ്പോഴേക്കും മഴ തുടങ്ങുന്നുണ്ട്. മഴയാകും അല്ലേ എന്ന് വിചാരിക്കാം അല്ലേ. എന്തായാലും മഴയുണ്ട്. മുക്കട്ടെ കേട്ടോ. ഈ മുക്കുമ്പോഴാണ് കയ്യിലേക്ക് മുഴുവൻ, അല്ലാതെ ഇപ്പൊ നിവൃത്തിയില്ല. അതെ, പാർട്ട് ഓഫ് ദ ഗെയിം. അതെ. ഞാൻ വെക്കലും കണ്ട് പ്രേക്ഷകരൊന്നും ചിരിക്കരുത് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ ചില അപാകതകളുണ്ട്. നിങ്ങൾ സദയം ക്ഷമിച്ചേക്കുക. അപ്പ നല്ല തണുപ്പ. അതെ, മഴ പൊടിഞ്ഞോണ്ടേ ഇരിക്കണുള്ളൂ, കനത്ത മഴയില്ല. ഞാൻ ഇടയ്ക്കൊന്ന് മഴ ചിത്രം എടുക്കാൻ പോയി, പക്ഷെ ലൈറ്റ് പോയിട്ടോ. അത് കാരണം അത്ര നന്നായി കിട്ടിയില്ല. 5:30 കാലത്തെ മുതൽ ഇവിടെ ഉള്ളത് കൊണ്ട് നോക്കിയിരിക്കണം. അപ്പൊ ഞാൻ ഒരു സാമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ അത്ര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണ ഈ പപ്പടവടയിൽ ഒട്ടും പെർഫെക്ഷൻ എനിക്ക് അറിയില്ല. ചെയ്തു എങ്കിലും സംഭവം കൊള്ളാം. കളറൊക്കെ നന്നായിട്ടുണ്ട്. അതാ മുളക് പൊടിയുടെ കാണിച്ചല്ലേ. മഴ ചാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പപ്പടമൊക്കെ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിന്. കനം കുറഞ്ഞ പപ്പടമെന്നോ സ്റ്റിഫായിട്ടിരിക്കണമെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ കോട്ടിങ്ങേ കിട്ടിയോളൂ. ചിലപ്പോ ആ മാവ് ഇച്ചിരൂടെ കട്ടിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കോട്ടിങ് നടന്നേനെ. അത് പ്രശ്നം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പൊടിക്കുന്നതിന് പകരം നനവുള്ളത് കൊണ്ട് അങ്ങ് അരയ്ക്കാൻ പോലെ ആയിപ്പോയി. അങ്ങനെ കുറെ ഫോൾട്ടുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. എള്ളു പിന്നെ ഇച്ചിരി അധികമായോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ കമന്റ് ചിലപ്പോ ഉഷ ഇടുവായിരിക്കും അടിയില്ല. എന്നാന്ന് വെച്ചാൽ പുള്ളിക്കാരി എക്സ്പേർട്ട് അതിന്റെ. അതെ, ഇപ്പൊ നല്ല മഴയായി, പക്ഷെ ലൈറ്റ് മുഴുവൻ പോയെന്നേ. എന്തൊരു കഷ്ട. ഇതിന്റെ കൂടെ ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ സംഗതി ആർക്കും ആസ്വദിക്കാം. കട്ടൻ കൂടി കുറവാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാം. ഈ വട്ടി ഒരു 4 കൊല്ലം മുമ്പ് പരിപ്പോടെ ഉണ്ടാക്കുമ്പോൾ ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞ മകളെ എവിടെന്നോ സംഘടിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ മേടിച്ചാണോ അത്? നീ മേടിച്ചതാ. അപ്പൊ ഞാൻ ഇന്നോർത്ത് ഈ വട്ടി ഇങ്ങനെ എടുക്കണില്ല, ബർത്ത് ഷെൽഫിൽ ഇരിക്കുക. അപ്പൊ ഇന്ന് പപ്പടവട ചെയ്യുമ്പോ ഇത് കാണിക്കാന്ന് കരുതും. നേരത്തെ ഫസ്റ്റ് ടൈം പരിപ്പോടയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ പപ്പടവട. ഓക്കെ, ചിരിച്ചേ. ഞാൻ കോൺഷ്യസ് ആയില്ല അത് ഇല്ലാന്ന്. നന്നായി. എനിക്കത് കേൾക്കുമ്പോ ദേഷ്യം. കാരണം എനിക്ക് അതൊക്കെ ഇട്ട് നടക്കണതാണ്. ചൂടും തണുപ്പും ഒക്കെ ആയപ്പോ ഈ കുറെ വീഡിയോസ് എടുക്കുമ്പോൾ പാത്രമൊക്കെ പോയി കഴിയുമ്പോ ചിലപ്പോ ഉടക്കും. ഇതൊക്കെ ധൃതിയിൽ സ്പീഡപ്പിൽ കഴുകും. അതുകൊണ്ട് ഊരി വെച്ചതാട്ടോ. ഓക്കെ, ഡിസ്പ്ലേ ഒക്കെ കഴിഞ്ഞ അമ്മ കുപ്പിയിലിടാൻ ശ്രമിക്കുകയാണ്, പക്ഷെ സാധിക്കുന്നില്ല. വിഷയമുണ്ട്. ചിലത് പൊട്ടിച്ചിട്ട് വരും കേട്ടോ. വലിപ്പം ഹാൻസിന്റെ ഡപ്പ രണ്ടെണ്ണം മാറ്റാട്ടോ.
ടേസ്റ്റ് ചെയ്ത് കാണിച്ചു. ഈ ഡപ്പ ആയതുകൊണ്ടേ വാവട്ട ഇതിൽ കയറി കേട്ടോ. ഇതിപ്പോൾ അധികം വെച്ചോണ്ടിരിക്കാനൊന്നുമില്ല. അമ്മ എന്നെ ആദ്യം ഒന്ന് കടിച്ചോ. അത് ഞാൻ ഓൾറെഡി കടിച്ചല്ലോ, ആദ്യം കാണിച്ചതാ. ഞെരിയലുണ്ടോ? നല്ല ഞെരിയലുണ്ട്. ഉപ്പൊരി പൊടിക്ക് കുറവുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം അല്ല തേർഡ് ടൈമാണ് ചെയ്യണത്. അതിൻ്റെതായ കുറവുകളുണ്ടാവും. പിന്നെ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. ഓക്കെ? അതെ. കൃത്യം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഞാനങ്ങനെ പപ്പടവടയൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞു കട്ടൻ ഉണ്ടാക്കാന്ന്. നല്ല മഴയൊക്കെ അല്ലേ. ഈ മഴ ആയതുകൊണ്ടുണ്ടല്ലോ പ്രാണികളെല്ലാം ഇപ്പൊ അകത്തേക്ക് കയറി വരിക. വല്ലാത്ത കഷ്ടം കേട്ടോ. അപ്പൊ പണ്ട് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ചൊറിഞ്ഞോണ്ട് കിടക്കുക. അപ്പൊ റൂമിന്റെ ഉള്ളിൽ കൂടെ തന്നെ ചൊറിഞ്ഞോണ്ട് കിടക്കുക. ഈ പ്രാണി അതും ഇതൊക്കെ വന്നിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പ്രാണിയൊക്കെ വന്നിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എന്താ ചെയ്യാ, അവരിപ്പോ വേഗം റൂമിന്റെ അകത്തേക്ക് വരും. എനിക്ക് തന്നെ പുറത്ത് മഴ ആയതുകൊണ്ട് അവർക്ക് നിൽക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. പപ്പടവട കണ്ടോ, ദേ പപ്പടവട ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല രുചിയുണ്ട് കേട്ടോ. ചുമ്മാ അറിഞ്ഞല്ല, കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ പപ്പടവടയുടെ ടേസ്റ്റ് ഉണ്ടാകും. ലേശം അത് സാരമില്ല. നമ്മളിവിടെ പൊതുവേ ഉപ്പ് കുറവ് യൂസ് ചെയ്യുന്നവരാ. അപ്പം അത്ര വലിയ പ്രോബ്ലം അല്ല അത്. പൊടിക്കുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രുചിയുണ്ട്. നല്ലതായിട്ട് പൊള്ളച്ചിട്ടുണ്ട്. എല്ലാവരും മഴ പെയ്യുമ്പോൾ ഉണ്ടാക്കുക, കട്ടൻ്റെ ഒപ്പം കുടിക്കുക. കട്ടൻ കാപ്പി ബ്രോ. അതെ, ഞങ്ങൾ കുടിക്കാം. കുടിച്ചോ. ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടാറുമ്പോൾ ഞാൻ കുടിച്ചോളാം കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഗ്ലാസ്സിലെടുത്തത് നമ്മൾ ഒരിക്കലും ഞങ്ങൾ കപ്പിലാ കോഫി മഗ്ഗിലാ കുടിക്കാറ്. ഗ്ലാസ്സിലെടുത്തത് കട്ടന്റെ കളർ കാണിക്കാനാണ്. ബ്രൂ കട്ടനാട്ടോ. കട്ടന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കുടിക്കാൻ. ഇനി എങ്കിലും ഇച്ചിരി ബാക്കിയുണ്ട്, ഞാൻ കുടിക്കാം. നീ കുടിക്കണമെങ്കിൽ കുടിച്ചോ, ഇല്ലെങ്കിൽ അവിടെ വെച്ചാൽ ഞാൻ കുടിച്ചോളാം. അപ്പൊ എന്റെ അടുത്തിരിപ്പുണ്ട് ആര് കൊക്കക്കോള അല്ല കേട്ടോ, കട്ടൻ കാപ്പിയാണ്. കടയിൽ നിന്ന് മേടിക്കണം അതേ ടേസ്റ്റ് കേട്ടോ. ഇത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനെന്ന് അറിയില്ലായിരുന്നു. ഈ ഗ്ലാസ്സിൽ പിടിച്ച് ചായ കുടിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്താണെന്നറിയോ, ഭയങ്കര ചൂടാ. ശീലമുള്ളവർക്ക് കുഴപ്പമില്ല, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. നമ്മൾ ഈ കപ്പിൽ കുടിച്ച് അത് ശീലമായതുകൊണ്ടേ ഗ്ലാസ്സിൽ പിടിക്കുമ്പോഴേക്കും പൊള്ളും. അകത്ത് അത്രയും ചൂടില്ല, ഗ്ലാസ് ആയതുകൊണ്ടുള്ള ഒരു ചൂടാ. ഇതൊന്ന് ബൈറ്റ് ചെയ്യാം, ഒരു സിപ്പ് ചെയ്ത് കുടിക്കാം. വേണ്ട, ഇതാ നല്ലത്. കാണുമ്പോൾ ഉള്ളൊരു ഫീല് കിട്ടാനായിട്ട് നല്ലത് ഇതാ. അപ്പോൾ മഴ പെയ്യുമ്പോൾ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായ പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണേ. നമ്മുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് പപ്പടവട. പിന്നെ ഉണ്ടാക്കും പരിപ്പ് വട, ഉഴുന്നുവട, ഉള്ളിവട, ബജി ഐറ്റംസ്. നമ്മുടെ റെയിനി സീസൺ സ്പെഷ്യൽസ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒത്തിരി നല്ല നല്ല റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കുക. അമ്മയുടെ മഴക്കാല ഓർമ്മകൾ അതൊക്കെ നമുക്ക് നാളെ ഒന്ന് പങ്കുവയ്ക്കാം കേട്ടോ. പലരും ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ അപ്പയുടെ മഴക്കാല ഓർമ്മകളൊക്കെ. എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ സ്കൂളിൽ പോണത് ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി രാവിലെ എണീക്കണേ. ഭയങ്കര മഴയായിരിക്കും, ആ മഴയത്ത് നമുക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമല്ലേ. പക്ഷെ ഈ സ്കൂളിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര കലിയായിരുന്നു. അതെ അതെ അതെ. അപ്പൊ പുറത്തോട്ട് ഇറങ്ങിയില്ല. അപ്പൊ എൻ്റെ ഇവിടെ ഇരുന്ന പപ്പടവട എടുത്തോണ്ട് പോയി. നല്ല രുചിയാ. അപ്പൊ അത് കഴിക്കട്ടെ കേട്ടോ. ചൂടാറി മേശയും തുടയ്ക്കണം. മേശയിലൊക്കെ പൊടിയായി. അതെ,
ബൈ.